ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും നമ്മുടെ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് അതിന്റെയൊക്കെ ഒരു അൺബോക്സിംഗ് റിവ്യൂ കൂടിയാണ് കേട്ടോ ഈ വീഡിയോയിൽ. എല്ലാ പ്രൊഡക്ട്സിന്റെയും ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് മോസ്റ്റ് റെലവന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ കമന്റ്സ് കൊടുക്കാട്ടോ. അതിലെല്ലാ ലിങ്കുകളും ഇതുപോലുള്ള ലിങ്കുകളൊക്കെ ലഭിക്കാനായിട്ട് ഒരു ലേഡീസ് ഓൺലി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തു. യൂട്യൂബിലാണെങ്കിൽ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും. ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന 2-in-1 ഓയിൽ ഡിസ്പെൻസർ ആണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു ഡിസ്പെൻസർ. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കിത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം, മറ്റൊന്ന് നമ്മൾ ഓയിൽ നോർമൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. ഈ ഒരു ബോട്ടില് ഗ്ലാസിന്റെ ആണെന്ന് വിചാരിച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസിന്റെ ആണ്. ഇതിന്റെ മുകളിലത്തെ പോർഷൻ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഇത് പല കളറിലായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ബ്ലാക്ക്, യെല്ലോ, പിസ്ത ഗ്രീൻ, അങ്ങനെ പല കളറിലും വരും. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് യെല്ലോ കളർ. ഫ്രയർ, ഓവൻ, ഇതിലൊന്നും നമുക്ക് അധികം വെളിച്ചെണ്ണയുടെ അല്ലെങ്കിൽ ഓയിലിന്റെ ഉപയോഗം വരുന്നില്ല. അന്നേരം നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ ആയിട്ട്, അതുപോലെ ദോശ ചുടുമ്പോഴൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതപ്പം നമുക്ക് ഓയിലിനായിട്ട് പ്രത്യേകം വേറൊരു പാത്രം എടുത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. 179 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയ സമയത്ത് ഇതിലും കൂടുതലാണ്. ഇതിന്റെ പാർട്സ് എല്ലാം ഈ ഒരു ബോട്ടിലിന്റെ അകത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു വാഷർ ഉണ്ട്, അത് നമ്മൾ എടുത്തിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഭാഗത്ത് നമ്മളത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, ഓയിലൊക്കെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ട്യൂബ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു താഴ്ഭാഗത്തായിട്ട് ഉള്ള ഭാഗം നമ്മൾ ഊരി മാറ്റണം കേട്ടോ, എന്നാലാണ് ഓയിൽ സ്പ്രേ ചെയ്ത് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അടുക്കളക്ക് അത്യാവശ്യം നല്ലൊരു മോഡേൺ ലുക്ക് നൽകും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യാം. പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഡിഷ് ട്രെയിനർ കിച്ചൺ റാക്ക്. പാത്രങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ബ്ലൂ കളറിൽ വരുന്ന ഒരു ബാസ്ക്കറ്റ് ആണ്. ഫ്ലിപ്കാർട്ടിൽ ഏറ്റവും അധികം റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു ബാസ്ക്കറ്റും കൂടിയാണ്. 255 രൂപയാണ് നമ്മുടെ ഈ ബാസ്ക്കറ്റിന് വില വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് കൂടെ. സ്കൈ ബ്ലൂ കൂടാതെ ബ്രൗൺ, ഗ്രീൻ, പിങ്ക് എന്നീ കളറിലും കൂടെയും ഇത് അവൈലബിൾ. ഒരുപാട് പാത്രങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ പാത്രം കൂടെ നമുക്ക് കഴുകി വെക്കാൻ പറ്റും. ഒരു നേരത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് ഇതിൽ കഴുകി വെക്കാം. അതുപോലെ തന്നെ പ്ലേറ്റുകളും ഗ്ലാസ്, സ്പൂണുകളും എല്ലാം നമുക്ക് ഇതിൽ. ഒരു ചെറിയ ഓർഗനൈസറിലാണ് നമ്മൾ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്നത്. എല്ലാത്തിനും വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഹോൾസ് ഉള്ളത് കൊണ്ട് അടിയിലത്തെ ട്രേയിൽ വന്ന് വെള്ളമൊക്കെ വീണിട്ട് നമുക്ക് സിങ്കിലേക്ക് പോകാൻ പാകത്തിനാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയുള്ളൊരു സാധാ ബേസൻ മേടിക്കാൻ എത്ര രൂപ ആവും? അപ്പോൾ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും വെള്ളം പോകാനും ഒക്കെ ഒരു സജ്ജീകരണമൊക്കെ ഉള്ള ഒരു ബാസ്ക്കറ്റിന് 255 രൂപയ്ക്ക് എന്തുകൊണ്ട് വർത്താണെന്നാണ് എനിക്ക്. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഗ്രോസറി കണ്ടെയ്നർ ആണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഇത് ഞാൻ നോക്കിയപ്പോൾ റേറ്റ് കൂടുതലാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ്. നമ്മുടെ അടുക്കളയ്ക്ക് നല്ലൊരു മോഡേൺ ലുക്ക് നൽകുന്നതാണ്. സാധാരണ നമ്മുടെ അടുക്കളയിലൊക്കെ കാണുന്നതിലും കുറച്ച് വ്യത്യസ്തമായ ഒരു കണ്ടെയ്നർ തന്നെയാണ് കേട്ടോ. 1100 ml കപ്പാസിറ്റി ഉള്ള 6 കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പാക്കിലുള്ളത്. 551 രൂപയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത്. ഈ ഒരു റേറ്റിന് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എന്തുകൊണ്ടും. ഈ ഒരു കണ്ടെയ്നേഴ്സ് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള കണ്ടെയ്നേഴ്സ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോണ ടൈപ്പ് ഒന്നും അല്ല. നമുക്ക് ഓയിൽ, പോലെ പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിന്റെ അടപ്പാണെങ്കിൽ മെഷർമെന്റ് കപ്പാണ് കേട്ടോ. അളവുണ്ട്, നമുക്ക് അളവിനനുസരിച്ച് എടുക്കണം എന്നുള്ളതൊക്കെയാണെങ്കിൽ അങ്ങനെയും എടുക്കാം. അടപ്പെടുത്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഹോള് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ടൈറ്റ് ആണോ എന്ന്. പക്ഷെ ഇത് ആ ഒരു അടപ്പ് നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ കണ്ടെയ്നേഴ്സ് ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ സ്കൈ ബ്ലൂ കളറിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നല്ലൊരു മോഡേൺ ലുക്ക് നമ്മുടെ കിച്ചണിന് തരുന്ന ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യാം. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാക്കാണ്. ഈ ഒരു പാക്കിൽ 3 നൈഫാണ് കേട്ടോ വരുന്നത്. സ്കൈ ബ്ലൂ കളർ വന്നിട്ട് അതിന്റെ അകത്ത് നല്ല പിക്ചറൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കത്തിയാണ്. പിന്നെ ഇതിന്റെ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ മൂർച്ചയുടെ കാര്യമാണ് എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല അടിപൊളി മൂർച്ചയാണ്. വെറും 250 രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു കത്തി കിട്ടിയത്. ഒരെണ്ണല്ല 3 എണ്ണം കിട്ടിയത്. വീട്ടിലെ അഡ്രസ്സിൽ ഞാൻ വെച്ച സമയത്ത് ഇത് 2 പ്രാവശ്യം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കിത് ക്യാൻസൽ ആയി പോയി. അവസാനം ഞാനത് ഹസ്ബൻഡിന്റെ ഓഫീസിലെ അഡ്രസ്സ് വെച്ചിട്ടാണ് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം അത്രയും നല്ല ട്രെൻഡിങ്ങിലും വന്നിട്ടുണ്ട്, അത്രയും നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു കത്തി ആയതുകൊണ്ട് എനിക്കിത് വേണമെന്നുണ്ടായിരുന്നു. അത്രയും നല്ല രസമാണല്ലോ കാണാൻ. അങ്ങനെ ഞാൻ ഈ ഒരു നൈഫൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഓർഗനൈസറും ഞാൻ അതിന്റെ ഒപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മീഷോന്ന് തന്നെയാണ് മേടിച്ചത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓർഗനൈസർ മീഷോയിൽ നിന്നും നൈഫ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 12,000 മുകളിൽ റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 147 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു അടിപൊളി ഐറ്റം ഓർഗനൈസർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് 2 കത്രികയും അതുപോലെ തന്നെ ഒരു 7 സെറ്റ് കത്തിയും പിന്നെ
ഒത്തിരി നമുക്ക് സ്പൂണുകളൊക്കെ വെക്കാനുള്ള സ്പേസ് ആ ഒരു ഓർഗനൈസറിലുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അടുത്തൊരു ഐറ്റം വീട്ടമ്മമാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് ഞാൻ ഇത് മേടിച്ചത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന പാത്രങ്ങളാണ്. 635 രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും പാത്രങ്ങൾ കിട്ടുന്നത്. ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും ഇത് വേർത്താണ്. ഈ പാത്രങ്ങൾ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം ഇതിന്റെ അടിയിൽ വല്ലാണ്ട് കട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാൻ വളരെ യൂസ്ഫുൾ ആണ്. അതിന്റെ ഒപ്പം തന്നെ എല്ലാത്തിനും ലിഡും കൂടി വരുന്നത് കൊണ്ട് തന്നെ ഫുഡ് മൂടി വെക്കാൻ മറ്റൊരു പാത്രം നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തെ പാടെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്നതിനേക്കാൾ വളരെ മനോഹരമായിരിക്കും ഇതുപോലെ ഓരോ പാത്രത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കൊണ്ടുവെക്കുകയാണെങ്കിൽ. 4 സെറ്റ് പാത്രവും അതിന്റെ മൂടിയും മൂടിയുടെ മുകളിൽ പിടിപ്പിക്കാനുള്ള ഹാൻഡിയും കൂടെ ഇതിന്റെ കൂടെ വരുന്നത്. അതുകൂടാതെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സെർവിങ് സ്പൂണും വരുന്നുണ്ട്. പറയുന്നത് ടേബിൾ സ്പൂണോ ടീസ്പൂണോ ഒന്നും അല്ല, നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള അത്യാവശ്യം വലിപ്പമുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പൂണുകൾ. 635 രൂപയ്ക്ക് ഇത്രയും പാത്രം എന്തായാലും വേർത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമന്റ്. അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായി. നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന ഒരു നോൺ സ്റ്റിക് തവ. 28 സെന്റിമീറ്ററിൽ വരുന്ന അലൂമിനിയം നോൺ സ്റ്റിക് തവ. നമുക്ക് ഗ്യാസിലും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. സാധാരണ ഇൻഡക്ഷൻ ബേസ്ഡ് ആവുമ്പോൾ നമ്മുടെ തവയ്ക്ക് റേറ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഫോർഡബിൾ റേറ്റിനും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് നോക്കി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ കമ്പനിയുടെ ആണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 1 ഇയർ വാറന്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കസ്റ്റമർ കെയർ നമ്പർ ആണെങ്കിലും ആ ഒരു സൈറ്റിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിന്റെ ഹാൻഡിൽ വന്നിട്ട് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്യണം. ആ ഒരു ടൈപ്പാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നതും ഗ്യാസിലും ഇൻഡക്ഷനിലും യൂസ് ചെയ്യാൻ പാകത്തിനും എല്ലാം കൂടെ നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നത്. 599 രൂപക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ലിങ്കുകളെല്ലാം കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം.